ഹലോ ഗായ്സ്, അപ്പം പറഞ്ഞിട്ട് നമ്മളിന്ന് സബാസ്കോർക്ക് പോകുന്നു. ഒന്നുമില്ല, സബാസ്കോറിലൊന്ന് പോകണം തന്നെ. അപ്പോൾ അവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. ഇന്നലെ കോഴിക്കോട് പോയിട്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടി അവിടെ നിർത്തിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. ശരിക്കും കുഴപ്പമൊന്നുമില്ല. സബാസ്കോർ എവിടെയെന്ന് അറിയാത്തിരിക്കാൻ പറ്റില്ല, ഭയങ്കരമാണ്. പിന്നെ ഇവിടെ ഗാനമേളല്ല, ചെറുമാരി വട്ടത്തിൽ പാടേണ്ടവർക്ക് പാടാം, പാടാത്തവർക്ക് പാടേണ്ട അതാറ് കാര്യം. അങ്ങനെ ഒരു സ്പോർട്സ് തീം പാർക്കാണ്. കുട്ടികൾക്കൊക്കെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയാണ്. കുട്ടികളൊക്കെ, അതായത് കുട്ടികളൊരു ഈവനിങ്ങിലൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് ഒരു 10-12 വയസ്സിന് താഴെയുള്ളവർക്ക് കളിക്കാൻ പറ്റിയ അടിപൊളി, എന്താ പറയുക, അവർക്ക് അവരുടേതായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റിയ പല സാധനങ്ങളും അതിൽ പറ്റി കളിക്കാൻ പറ്റിയ കുറേ എക്യുപ്മെൻറ്റ്സ് ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഇവിടെ തന്നെ ഞാനിപ്പോൾ വന്നത് ഒരു നേരത്താണ്. അപ്പോൾ ഏകദേശം നല്ല കുട്ടികളെന്നെ, കണ്ടമാനം കുട്ടികളുണ്ട്. കുട്ടികളെ കൊണ്ട് നമ്മളിങ്ങനെ നോക്കി നിൽക്കാന്നല്ലാണ്ട് നമുക്ക് ഇപ്പോൾ നമ്മളെ പ്രായം ഒന്നും അതില്ലല്ലോ. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടുകളും, അതായത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന കുട്ടികളുണ്ടാവും. ഒരുപാട് കുട്ടികളുണ്ട്. പിന്നെ ഫീസ് കാര്യങ്ങളെന്ന് പറയാമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ ഫീസും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുട്ടികൾ ആ പാർക്കിൽ നിന്ന് ഇറങ്ങിയാണ്ട് ഒരു വലിയ ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ടിൽ സ്റ്റേഡിയം എന്തൊക്കെ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, എന്താ അറിയില്ല. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ അനിയനായിട്ട് കുറച്ച് ഇങ്ങനെ വന്നിട്ട് അവിടെയും ഇവിടെയൊക്കെ കളിപ്പിച്ചുകൊണ്ട് കുട്ടിയെ കളിക്കാൻ പറ്റിയ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കുട്ടിയെ കളിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ്. കുട്ടിയെ കളിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ അവനെ കൊണ്ട് കളിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് എല്ലാം തിരിച്ച് പോവാൻ തോന്നുന്നില്ല. ഇവിടുന്ന് പോവാൻ തോന്നുന്നില്ലേ? പിന്നെ ഞങ്ങൾ അവിടുന്ന് വീട്ടിലെത്തി, ഒന്ന് ഫ്രഷായി നേരെ ചങ്ങന്മാരെല്ലാവരും കൂടി ഇന്ന് ചിക്കൻ ചൂടാന്നുള്ള പരിപാടി ഉണ്ടായിന്. എങ്ങനെ നേരെ ചിക്കൻ ചൂടാനുള്ള മസാല ഉണ്ടാക്കണം, മേക്കിങ്ങിലും കാര്യങ്ങളായിട്ട് ഞാൻ ചങ്ങാൻ്റെ വീട്ടിൽ പോയി അവിടെ ചിക്കൻ ഉണ്ടാക്കുന്ന പരിപാടിയായിട്ട് മസാല മിക്സ് ചെയ്യലും, പിന്നെ ഗ്രില്ല് സെറ്റ് ചെയ്യലും, പിന്നെ അതിന് വേണ്ട സാധനങ്ങൾ മേടിച്ചു കൊണ്ടല്ല ആ ഒരു തിരക്കിലേനി. പിന്നെ ചിക്കൻ ചൂടാന്ന് പറഞ്ഞാൽ കുറച്ച് മെനക്കെട്ട പരിപാടി തന്നെയാണ്. നമ്മൾ ഈ ഒരു ഇതിൽ തന്നെ മനസ്സിലാക്കിയിരിക്കണ്. അങ്ങനെ കുറച്ച് ടൈം എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ ചുട്ട് രാത്രി ബ്രെഡും ചിക്കനൊക്കെ അടിച്ച് മുന്നി ഉഷാറായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ നിന്ന് വട്ടത്തിൽ രസമായിട്ടുണ്ടെങ്കിൽ വർത്തമാനം പറഞ്ഞ് നേരെ തിരിച്ച്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നാളെ കാണാം. ബൈ.